നമസ്കാരം. മതേതരത്വം എന്ന് പറഞ്ഞാൽ ഹൈന്ദവ മതത്തെ ആക്ഷേപിക്കുന്നതും മറ്റു മതങ്ങളുടെ തെറ്റുകളെ പ്രീണിപ്പിക്കുന്നതുമാണെങ്കിൽ താൻ ആ കൂട്ടത്തിൽ പെടില്ല. സ്വന്തം പാർട്ടിയിലുള്ള നേതാക്കളെ അംഗീകരിക്കാത്ത പാർട്ടിയിൽ ആ പാർട്ടിയിൽ തന്നെ 100 ഗ്രൂപ്പിൽ നിൽക്കുന്ന ഇവന്മാർ എനിക്കെതിരെ പറഞ്ഞതിൽ ഒരു തരത്തിലും എനിക്ക് ഒരു മാങ്ങാത്തൊലിയുമില്ല. തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്ന് സുരേഷ് ഗോപി ഇനി ജയിക്കുവാനുള്ള സാധ്യതയുടെ കാര്യകാരണങ്ങൾ നിരത്തിക്കൊണ്ട് പറഞ്ഞതിന് പിന്നാലെ തനിക്ക് സംഘിപ്പട്ടം ചാർത്തിയവർക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനവുമായി ഈ വാക്കുകൾ പ്രയോഗിച്ചിരിക്കുന്നത് അഖിൽ മാരാർ എന്ന സംവിധായകനും രാഷ്ട്രീയ നിരീക്ഷകനുമാണ്. അഖിൽ മാരാർ നമുക്കറിയാം, മലയാളത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയിൽ ഒന്നായിട്ടുള്ള ബിഗ് ബോസുമായി ബന്ധപ്പെട്ടിട്ട് ആ ബിഗ് ബോസ് വിജയിയാണ് ഇദ്ദേഹം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് കുറച്ചുകൂടി പ്രശസ്തനാകുന്നതും ആൾക്കാർ തിരിച്ചറിയപ്പെടുന്നതും. തൻ്റെ നിലപാടുകളും അഭിപ്രായങ്ങളുമൊക്കെ തുറന്നു പറയാൻ അഖിൽ മാരാർ ഒരിക്കലും മടി കാണിക്കാറില്ല എന്നുള്ളതാണ് വസ്തുത. ഹൈന്ദവ ബോധമുള്ള മതേതര മൂല്യമുള്ള ഒരു ഭാരതീയനായി തൻ്റെ നാടിനും ഈ നാടിൻ്റെ സത്വബോധവും സംസ്കാരവും അറിവും നശിപ്പിക്കുവാൻ കൂട്ടുനിൽക്കാത്ത, ദേശീയ ബോധം ഉയർത്തിക്കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ദേശീയ ബോധം ഉയർത്തിപ്പിടിക്കാൻ ഒരു മതത്തെയും ഭയക്കാത്ത കോൺഗ്രസ്സുകാരൻ എന്നാണ് അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുന്നതും. ഞാൻ അഖിൽ മാരാരെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അതായത് ഈ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്ന് സുരേഷ് ഗോപി എന്ന് പറയപ്പെടുന്ന വ്യക്തിത്വം അത് അദ്ദേഹം ജയിക്കുവാനുള്ള സാധ്യത അഖിൽ മാരാർ കാര്യകാരണങ്ങൾ നിരത്തിക്കൊണ്ട് പറഞ്ഞിരുന്നു. ഇതോടെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിനെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയർന്നത്. അപ്പോൾ പറയുന്നത് അഖിൽ മാരാർ സംഘിയാണ് എന്നാണ്, കോൺഗ്രസ് വേദികളിൽ എന്തിനാണ് ക്ഷണിക്കുന്നത് എന്നുമൊക്കെ വലിയ വലിയ ചോദ്യങ്ങൾ ഉയർന്നു വന്നുകൊണ്ടേയിരുന്നു. ഇത്തരം പ്രചരണങ്ങൾക്ക് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലൂടെ ഇപ്പോൾ അഖിൽ മാരാർ എന്ത് ചെയ്തു വെച്ചാൽ കടുത്ത ഭാഷയിൽ തന്നെ അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ മറുപടി നൽകിയിരിക്കുകയാണ്. അദ്ദേഹം പറയുന്ന പോലെ മതേതരത്വം എന്ന് പറഞ്ഞാൽ ഹൈന്ദവ മതത്തെ ആക്ഷേപിക്കുന്നതും മറ്റു മതങ്ങളുടെ തെറ്റുകളെ പ്രീണിപ്പിക്കുന്നതുമാണെങ്കിൽ അത്തരത്തിലുള്ള സമീപനങ്ങളോട് താൻ ആ കൂട്ടത്തിൽ പെടുന്ന ആളല്ല എന്നും, ഭാരതീയ ബോധമുള്ള വ്യക്തമായ കാഴ്ചപ്പാടുള്ള അല്ലെങ്കിൽ കപട മതേതരത്വം പറയാത്ത, യഥാർത്ഥ ബോധമുള്ള, പാവപ്പെട്ടവരെ മനസ്സിലാക്കാൻ ബോധ്യമുള്ള, അതിലുപരി ഇല്ലാതാക്കാൻ പരമാവധി ശ്രമിച്ചവരുടെ മുന്നിൽ ഒറ്റയ്ക്ക് സഞ്ചരിച്ച് ജീവിതത്തോട് ഇങ്ങനെ പടവെട്ടി ജയിച്ചവനായ തന്നെ ഈ കോൺഗ്രസ്സുകാർ വിളിക്കരുതെന്ന് വേഗം KPCCക്ക് നിങ്ങൾ ഒരു നിവേദനം നൽകുക, അല്ലെങ്കിൽ ഒരു നിവേദനം കൊടുക്കുവാൻ അദ്ദേഹത്തിൻ്റെ കുറിപ്പിലൂടെ പറയുന്നുണ്ട്. കാരണം കോൺഗ്രസ്സുകാർ തന്നെ കലിതുള്ളു നിൽക്കുമ്പോൾ അത് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. സ്വന്തം പാർട്ടിയിലുള്ള നേതാക്കളെ അംഗീകരിക്കാത്ത പാർട്ടിയിൽ തന്നെ 100 കണക്കിന് ഗ്രൂപ്പുകൾ, അങ്ങനെ 100 ഗ്രൂപ്പിൽ നിൽക്കുന്ന ഇവന്മാർ തനിക്കെതിരെ പറഞ്ഞതിൽ തനിക്ക് ഒരു മാങ്ങാത്തൊലിയുമില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് അഖിൽ മാരാർ. എന്നിരുന്നാലും പാർട്ടിക്കുള്ളിൽ എൻ്റെ പേരിൽ ഒരടി വേണ്ട, ആരും ദയവ് ചെയ്ത് തന്നെ ഒരു രാഷ്ട്രീയ പരിപാടിയിലും ക്ഷണിക്കരുത് എന്ന ഒരു കുറിപ്പോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ആ അഖിൽ മാരാറുടെ കുറിപ്പ് നമുക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. ഒരു കൊച്ചു കുറിപ്പ് കൂടി ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ എഴുതുന്നു. എന്തിനാണോ ഈ അഖിൽ മാരാരെ പോലെയുള്ള സംഘികളെ കോൺഗ്രസിൻ്റെ വേദികളിൽ വിളിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചോദ്യം. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കുവാനുള്ള സാധ്യത ഉണ്ട്, അതിനുള്ള കാര്യകാരണങ്ങളൊക്കെ പറഞ്ഞതാണ് നിലവിലെ സാഹചര്യത്തിന്, സംഘിപ്പട്ടത്തിന് കാരണമെന്ന് അറിയേണ്ടി വരുന്നു. അങ്ങനെയെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ എനിക്ക് പറയേണ്ടതുണ്ട്, അത് വ്യക്തമായി പറയുന്നു എന്നാണ് അഖിൽ മാരാർ പറയുന്നത്. വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷം വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് പറയുന്നു. UDF ജയിക്കും, അല്ലെങ്കിൽ UDF ജയിക്കുമെന്ന് ഉറപ്പുള്ള സീറ്റുകൾ കൂടുതലും ചിലപ്പോൾ ഘടകകക്ഷികളുടെ സീറ്റ് അതായിരിക്കും. തിരുവനന്തപുരത്ത് ശശി തരൂരും, ആറ്റിങ്ങലിൽ അടൂർ പ്രകാശും, എറണാകുളം എന്ന് പറയപ്പെടുന്ന ജില്ലയിൽ ഹൈബി ഈഡനും, വയനാട്ടിലാണെങ്കിൽ രാഹുൽ ഗാന്ധിയും ഒക്കെ ഉൾപ്പെടെ 8 സീറ്റുകൾ. ആ 8 സീറ്റുകളായിരിക്കും UDF മുന്നണിക്ക് ഏറെക്കുറെ ഉറപ്പിക്കാൻ കഴിയുക എന്നുകൂടി പറയുന്നു. ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ, അതായത് തൃശ്ശൂർ ഒഴികെ, ഇടതാധിപത്യം ഉണ്ടാകുവാനുള്ള സാഹചര്യമാണ് കാണുന്നത് എന്നുകൂടി സൂചിപ്പിക്കുന്നു. തൃശ്ശൂരിൽ CPM സുരേഷ് ഗോപിയെ ജയിപ്പിക്കും, പകരം വീണ വിജയനെ കേന്ദ്രം രക്ഷിക്കുമെന്ന ക്യാപ്സൂൾ
അത് കെ എം ഷാജി കഴിഞ്ഞ ദിവസം പ്രസംഗത്തിൽ ഉൾപ്പെടുത്തുകയും അദ്ദേഹത്തിൽ അത്തരത്തിൽ പരാമർശിക്കുകയും ചെയ്തു. അത് പരാമർശിച്ചത് തോൽവി മുൻകൂട്ടി കണ്ടതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുമെന്ന് പറയാം. തന്നെ വിമർശിക്കുന്ന ഉള്ളിൽ വർഗീയതയും ഒപ്പം തന്നെ ഏറെക്കുറെ വിവരക്കേടും അതുള്ളതുകൊണ്ട് അങ്ങനെ കൊണ്ട് നടക്കുന്ന ഒരു സമൂഹവുമായി യാതൊരു ബന്ധവും പുലർത്താത്ത അല്ലെങ്കിൽ യാതൊരു ബന്ധവുമില്ലാത്ത ഈ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന ഒരു പാർട്ടിക്ക് തന്നെ ശാപമായ ആ പാർട്ടിക്ക് തന്നെ ശാപമായ കുറച്ച് പേരുകളുണ്ട്. അതിൽ സ്വന്തം വാർഡിൽ മത്സരിച്ചാൽ ജയിക്കാത്തവർ മുതൽ നിയമസഭയിൽ അപ്പൻ്റെ കുണ്ടിത്തഴമ്പിൽ മത്സരിച്ചവരും ഉണ്ട്, അങ്ങനെ ജയിച്ചവരുമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അവന്മാർ അറിയാൻ ലക്ഷദ്വീപ് വിഷയം വന്നപ്പോൾ ഒരു ജനം ടി വിയിൽ പോയിരുന്ന് BJPയുടെ നിലപാടിനെ വിമർശിച്ച തന്നെ നിങ്ങൾക്ക് ഓർമ്മയില്ല എങ്കിൽ കൂടിയും പ്രഫുൽ പോഡ പട്ടേൽ എന്ന പേരും ട്രോളുമൊക്കെ ഓർമ്മ ഉണ്ടാകുമെന്ന ഒരു ചോദ്യം കൂടി അഖിൽ മാരാർ ചോദിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചപ്പോൾ വയനാടിനെ പാകിസ്ഥാനാക്കി മാറ്റാൻ ശ്രമിച്ച അമിത്ഷായുടെ വർഗീയ പ്രസ്താവനയ്ക്കെതിരെ താൻ പറഞ്ഞതും ഒപ്പം തന്നെ ആ കാര്യങ്ങളൊക്കെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടതല്ലേ, നിങ്ങൾക്കറിയേണ്ടതല്ലേ. മനുഷ്യരെക്കാൾ BJPക്ക് പ്രിയം ദൈവങ്ങളാണ് എന്ന് താൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് കൂടി അദ്ദേഹം ആ കുറിപ്പിൽ ചോദിക്കുന്നുണ്ട്. ബിഗ് ബോസിൽ ജയിച്ച ശേഷം ചാണ്ടി ഉമ്മൻ്റെ പ്രചാരണ സ്ഥലത്ത് പോയതടക്കമുള്ള കാര്യങ്ങൾ അതും നിങ്ങൾക്ക് ഓർമ്മയില്ല. മറ്റൊന്ന് എന്ന് പറയപ്പെടുന്ന രമേശ് ചെന്നിത്തല, കൊടിക്കുന്നിൽ സുരേഷ്, അടൂർ പ്രകാശ്, കെ സുധാകരൻ തുടങ്ങിയിട്ടുള്ള നേതാക്കളുണ്ടല്ലോ. ഈ നേതാക്കളുടെയൊക്കെ ക്ഷണപ്രകാരമാണ് വിവിധ കോൺഗ്രസ് പരിപാടികളിൽ പങ്കെടുത്തതും ഒപ്പം തന്നെ ആ പരിപാടികളിലൊക്കെ അവരോടൊപ്പം ചേർന്ന് നിന്നതും. ഇതൊന്നും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകില്ല. കരള് പോയവൻ കള്ളു കുടിച്ചാൽ അവൻ ചത്തുപോകുമെന്ന് പറയാൻ MBBS ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല മാഷേ. അതുകൊണ്ട് തന്നെ സത്യങ്ങൾ തുറന്നു പറഞ്ഞു തന്നെ ഞാൻ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും, ഇത്തരത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. എന്തായാലും സംഖ്യയായി ഇതുകൂടി പറയുന്നു. അതായത് ഹൈന്ദവ ബോധമുള്ള മതേതര മൂല്യമുള്ള ഒരു ഭാരതീയനായി ജീവിക്കുവാൻ, ഒരു ഭാരതീയനായി എൻ്റെ നാടിനും ഈ നാടിൻ്റെ സത്വബോധവും സംസ്കാരവും അറിവും അതൊക്കെ നശിപ്പിക്കുവാൻ കൂട്ടുനിൽക്കാത്ത ദേശീയ ബോധം ഉയർത്തിപ്പിടിക്കുവാൻ ഒരു മതത്തെയും അല്ലെങ്കിൽ ഒരു മതത്തെയും ഭയക്കാത്ത ഒരു കോൺഗ്രസ്സുകാരനുണ്ടെങ്കിൽ അതിലൊരാൾ ഞാനാണ്, അത് ഞാനായിരിക്കും. അതല്ല മതേതരത്വം എന്ന് പറഞ്ഞാൽ അത് ഹൈന്ദവ മതത്തെ ആക്ഷേപിക്കുന്നതും മറ്റു മതങ്ങളുടെ തെറ്റുകളെ പ്രീണിപ്പിക്കുന്നതും അത്തരത്തിൽ ആണെങ്കിൽ ഞാൻ ആ കൂട്ടത്തിൽ പെടില്ല എന്ന് കൂടി പറയട്ടെ. എത്രയും വേഗം KPCCയോട് പറഞ്ഞ് KPCCക്ക് മുൻപിൽ നിങ്ങളൊരു നിവേദനം കൊടുക്കുക, കോൺഗ്രസ്സുകാർ അഖിൽ മാരാരെ വിളിക്കരുത് എന്നൊരു അപേക്ഷ നടപ്പിലാക്കുക. കാരണം അയാളൊരു ഭാരതീയ ബോധമുള്ള വ്യക്തമായ കാഴ്ചപ്പാടുള്ള കപട മതേതരത്വം വിളമ്പുന്ന അത്തരത്തിൽ പറയാത്ത കപട മതേതരത്വം പറയാത്ത യഥാർത്ഥ ബോധമുള്ള പാവപ്പെട്ടവരെ മനസ്സിലാക്കാൻ ബോധ്യമുള്ള അതിലുപരി എല്ലാവരും ചേർന്ന് പലപ്പോഴും ഇല്ലാതാക്കാൻ പരമാവധി ശ്രമിച്ചവരുടെ മുന്നിൽ ഒറ്റയ്ക്ക് സഞ്ചരിച്ച് ജീവിതത്തോട് പടവെട്ടി ജയിച്ചവനാണ് എന്ന് പറയേണ്ടി വരുന്നു. നമ്മൾക്കോ നട്ടലില്ല, അതുള്ളവരെ നമ്മൾ എന്തിനു വിളിക്കണം? സ്വന്തം പാർട്ടിയിലുള്ളവ നേതാക്കളെക്കുറിച്ച് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ, നേതാക്കളെപ്പോലും അംഗീകരിക്കാത്ത പാർട്ടിയിൽ തന്നെ നൂറുകണക്കിന് ഗ്രൂപ്പിൽ നിൽക്കുന്ന വിവിധ തരത്തിലുള്ള ഇവന്മാരുണ്ടല്ലോ, ഇവന്മാർ എനിക്കെതിരെ പറഞ്ഞതിൽ ഒരു മാങ്ങാത്തൊലിയുമില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ആ പോസ്റ്റ് അഖിൽ മാരാർ. ഇത് അഖിൽ മാരാർ പറഞ്ഞതിനല്ല, സുരേഷ് ഗോപിയെയോ BJPയെയോ കുറിച്ച് പറയുന്ന വാചകങ്ങൾ മറ്റുള്ളവർക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ദഹിക്കാതായി പോകുന്നത് എന്നുള്ളതാണ്. മതേതരത്വം എന്ന് പറഞ്ഞ് ആ മതേതരത്തെ പ്രോത്സാഹിപ്പിക്കുന്നവർ, മതേതരത്വം തങ്ങളുടെ സ്വന്തം അവകാശമാണ് എന്ന് പറഞ്ഞു നടക്കുന്ന കോൺഗ്രസ്സുകാരിലെ തന്നെ വിമർശകർ മനസ്സിലാക്കേണ്ടത് മതേതരത്വം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. അതിനുശേഷം വർഗീയതയെക്കുറിച്ച് സംസാരിക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് മാത്രമാണ് അഖിൽ മാരാരുടെ ഈ പോസ്റ്റിനെ ഞാനൊരു വീഡിയോ ആക്കി മാറ്റാൻ ശ്രമിച്ചത്. അഖിൽ മാരാർ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും വ്യക്തത ഉണ്ടെങ്കിൽ അത് സുരേഷ് ഗോപി ജയിക്കുകയോ ജയിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യട്ടെ, അത് മറ്റൊരു കാര്യം. പക്ഷെ അതിൻ്റെ കാര്യകാരണങ്ങൾ പറയുമ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കുവാനുള്ള ഒരു കെൽപ്പുണ്ടാകണം കേട്ടോ. ഇനിയെങ്കിലും മതേതരത്വത്തെക്കുറിച്ച് പഠിക്കുവാൻ, പറയുവാൻ, അത് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുന്നതിനുണ്ട് സ്വയം തിരിച്ചറിയുവാനെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ ശ്രമിക്കുക.